ഗസയിൽ സമാനതകളില്ലാത്ത മനുഷ്യക്കുരുതി തുടരുകയാണ്. ഓരോ ദിവസവും പട്ടിണി മരണങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതിനിടെ ഗസ സിറ്റി പൂർണ്ണമായും കൈയടക്കാനുള്ള ഒരുക്കത്തിലാണ് ഇസ്രായേൽ. ഇത് വലിയ മനുഷ്യനാശത്തിനും ഒപ്പം തന്നെ ബന്ദികളുടെ ജീവനുമൊക്കെ അപകടത്തിലാകും എന്നുള്ള മുന്നറിയിപ്പുകളുണ്ട്. ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് ഗസ സിറ്റി പിടിച്ചെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തുന്നത്. ദാവൂദ് സാഹിബ്, ഇത് ഏത് രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും? ഇപ്പോൾ തന്നെ അവിടുത്തെ സ്ഥിതി വളരെ മോശമാണ്. ഇങ്ങനെ സംഭവിച്ചാൽ ഇനി എന്താണ് ഗസ നേരിടേണ്ടി വരിക? ഇതിൽ ഇപ്പോൾ ഇന്നലെ നടന്ന ഇസ്രായേലിൻ്റെ വാർ ക്യാബിനറ്റ്, ആ ക്യാബിനറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് തുടങ്ങി പുലർച്ചെയാണത് സമാപിക്കുന്നത്. ഒരുപക്ഷെ യുദ്ധം തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും ലെങ്തി ക്യാബിനറ്റായിരുന്നത്. രാത്രി മുഴുവൻ ഒരു ക്യാബിനറ്റ് കൂടിയെടുത്ത തീരുമാനം ഇന്ന് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണുന്നൊരു കാര്യം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമായിരുന്നു കംപ്ലീറ്റ് ഓക്യുപ്പേഷൻ ഓഫ് ഗസ എന്ന് പറയുന്നത്. ഗസ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുക. ദെൻ കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഒരു തേർഡ് പാർട്ടി ഏൽപ്പിക്കുക. അദ്ദേഹം ഫോക്സ് ന്യൂസിന് കൊടുത്തൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ചില ഇസ്രായേലി മാധ്യമങ്ങളോടും അദ്ദേഹം സംസാരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്നാണ് ഇന്നലത്തെ വാർ ക്യാബിനറ്റ് ചേരുന്നതും. അപ്പോൾ ക്യാബിനറ്റ് എടുത്ത തീരുമാനം ഔദ്യോഗിക പത്രക്കുറിപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹീബ്രുവിൽ ആ പത്രക്കുറിപ്പിൽ കിബുഷ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നമ്മളിപ്പോൾ ഗസ പിടിച്ചെടുക്കുന്നത് കിബുഷിൻ്റെ ശരിയായ ട്രാൻസ്ലേഷൻ എന്താണ്, ടേക്ക് ഓവർ എന്നാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ ഒക്യുപ്പേഷൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ, ഒക്യുപ്പേഷൻ എന്ന വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് നിയമപരമായിട്ടുള്ള കുറേ അധികം സങ്കീർണതകളുണ്ടാകും. കാരണം ഒരു ഒക്യുപ്പൈഡ് ഫോഴ്സായിട്ട് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് തന്നെ അറിയപ്പെടും. അപ്പോൾ ഒരു ഒക്യുപ്പേഷൻ ഫോഴ്സ് അവർ പാലിക്കേണ്ട കുറേ ജനീവ കൺവെൻഷൻ പ്രകാരമുള്ള കുറേ നിയമപരമായിട്ടുള്ള ബാധ്യതകളുണ്ട്. അപ്പോൾ ഒക്യുപ്പേഷൻ എന്ന വാക്ക് ഉപയോഗിക്കാതെ ടേക്ക് ഓവർ എന്നർത്ഥം വരുന്ന കിബുഷ് എന്ന വാക്കാണ് ഈ മിനിസ്ട്രിയുടെ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നുള്ള പത്രക്കുറിപ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ 5 പോയിൻറ്റുകളാണ് IDF-ന് ലക്ഷ്യമായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തേതെന്ന് വെച്ചാൽ ഡിസാർമെൻ്റ് ഓഫ് ഹമാസ് എന്ന് പറയുന്നത്, രണ്ടാമത്തേത് റിട്ടേൺ ഓഫ് ഹോസ്റ്റേജസ്, മൂന്നാമത്തേത് കംപ്ലീറ്റ് ഡീമിലിറ്ററൈസേഷൻ ഓഫ് ഗസ, നാലാമത്തേത് സെക്യൂരിറ്റി കൺട്രോൾ ഓവർ ഗസ, ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി കൺട്രോൾ ഓവർ ഗസ, അഞ്ചാമത്തേത് ഒരു സിവിലിയൻ ഗവൺമെൻറ് എക്സ്ക്ലൂഡിങ് ഹമാസ് ആൻഡ് പലസ്റ്റൈൻ അതോറിറ്റി, ഹമാസും അല്ല പലസ്റ്റൈൻ അതോറിറ്റിയും അല്ലാത്ത ഒരു സിവിലിയൻ അഡ്മിനിസ്ട്രേഷൻ ഗസയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഈ 5 ലക്ഷ്യങ്ങൾ മുൻനിർത്തിയിട്ട് ഗസ സിറ്റി ടേക്ക് ഓവർ ചെയ്യുക, അതാണ് പറയുന്നത്. അതിലൊരു ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നെതന്യാഹു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റായി നടത്തിയിരിക്കുന്നത് കംപ്ലീറ്റ് ടേക്ക് ഓവർ ഓഫ് ഗസ, കംപ്ലീറ്റ് ഓക്യുപ്പേഷൻ ഓഫ് ഗസയെ പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ക്യാബിനറ്റ് ഡെസിഷൻ വന്നിരിക്കുന്നത് ഗസ സിറ്റി മാത്രമാണ്. അപ്പോൾ അതിൽ ഇസ്രായേലി മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഭരണകൂടത്തെ അനുകൂലിക്കുന്ന ടൈംസ് ഓഫ് ഇസ്രായേൽ പോലുള്ള മാധ്യമങ്ങളാണെങ്കിലും എതിർക്കുന്ന ഹാരിസ് പോലെയുള്ള മാധ്യമങ്ങളാണ് ഒരേപോലെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇസ്രായേൽ ഡിഫൻസ് ചീഫ് എന്ന് വെച്ചാൽ അവിടുത്തെ സർവ്വസൈന്യ ആർമി ചീഫായിട്ടുള്ള ഇയാൾ സമീർ, അദ്ദേഹം ഇതിനെ ശക്തമായിട്ട് എതിർത്തു എന്നാണ്. അദ്ദേഹം എതിർക്കാൻ കാരണം പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് ഹോസ്റ്റേജസ് ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കും. പിന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ സൈനികർ എക്സോസ്റ്റഡ് ആണ്, മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് മെയിൻ്റനൻസ് എടുക്കേണ്ട സമയമായി. എന്ന് വെച്ചാൽ ഇസ്രായേൽ ഹിസ്റ്ററിയിലെ ലോങ്ങസ്റ്റ് വാറായി ഇത് മാറിക്കഴിഞ്ഞു. 22 മാസമായ ഒരു യുദ്ധത്തിലാണ്, 657 ദിവസം മറ്റുമായി. അപ്പോൾ ഇത്രയും വലിയൊരു യുദ്ധം, അതും കരയുദ്ധം ഇസ്രായേൽ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസിൻ്റെ സമയമായി. റിസർവിസ്റ്റുകൾ അവർ തിരിച്ച് മടങ്ങി വന്ന ആളുകൾ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുന്നില്ല. പല ആളുകളും റിസർവ് ലിസ്റ്റിൽ പെട്ടേക്കുമെന്ന ഭയത്താൽ വിദേശങ്ങളിലേക്ക് പോകുന്നു. എക്സോസ്റ്റഡാണ്, ആർമി എക്സോസ്റ്റഡാണ്. അതുണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ, ഹ്യൂമൻ ലോസ് ഉണ്ട്. ഒരു പക്ഷേ ബന്ദികളുടെ എണ്ണവും കൂടിയേക്കാം. അങ്ങനെയും കാരണം ഒരു ഹൈലി പോപ്പുലേറ്റഡ് സെൻറ്റേഴ്സിലേക്ക് ഓപ്പറേഷൻ വ്യാപിപ്പിക്കുമ്പോൾ ഇവരെ തന്നെ, പട്ടാളക്കാരെ തന്നെ ഹമാസിൻ്റെ ആളുകൾ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കാവുന്ന അവസ്ഥ വരും. അപ്പോൾ ഹമാസ് എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റാണ്. ഇസുദ്ദീൻ ഖസാം ബ്രിഗേഡാണ് അവരുടെ സൈനിക വിഭാഗം. അതൊരു സ്റ്റാൻഡിങ് ആർമി ആയിരുന്നു. പക്ഷെ അവർ ആ സ്റ്റാൻഡിങ് ആർമി എന്നുള്ള മട്ട് വിട്ട് ഒരു ഗറില്ല ഓപ്പറേഷനിലേക്ക് അവരുടെ മിലിറ്ററി ടാക്ടിക് മാറിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാർച്ച് മുതലാണ് ഓപ്പറേഷൻ ഗിദിയോൺ ചാരിയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ ഓപ്പറേഷൻ ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നത്. ഈ ഗിദിയോൺ ചാരിയറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം, ഗിദിയോൺ ചാരിയറ്റാണ് ഈ പ്രഖ്യാപിക്കപ്പെട്ട ഓപ്പറേഷനിൽ ഏറ്റവും മാരകമായ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓപ്പറേഷൻ തുടങ്ങുന്നത്. പക്ഷേ അതിനുശേഷം 36ഓളം സൈനികർ ഇസ്രായേൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഗസയിൽ. അത് നമ്മൾ ആലോചിക്കണം. ഈ സമ്പൂർണ്ണമായി ഇസ്രായേലി സർവിലൻസ് ഉള്ള ഏരിയ, സമ്പൂർണ്ണമായി
ഇപ്പോൾ തന്നെ ഗസയുടെ 75% ഒരർത്ഥത്തിൽ ഇസ്രായേലി ഓക്യുപ്പേഷനിൽ തന്നെയാണ്. കാരണം അവരുടെ മിലിറ്ററി പ്രസൻസ് ഒരു 25% ഏരിയ ജിയോഗ്രഫി മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും അവരുടെ മിലിറ്ററി പ്രസൻസ് ഇൻ ദ സെൻസ് അവരുടെ ബൂട്ട്സാണ്, ആർമി, കരസൈന്യം തന്നെയാണ്. അവരുടെ ആകാശം മുഴുവൻ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്. എപ്പോഴും ഈ ഡ്രോണുകളും യുദ്ധ വിമാനങ്ങളും ഗസയുടെ മേലെ പറക്കും. നമ്മൾ ഗസയിൽ നിന്നുള്ള ഏത് ഫുട്ടേജസ്, ഏത് വിഷ്വൽ എടുത്താലും നമുക്ക് ഈ വിമാനങ്ങളുടെ എരമ്പം കേൾക്കാൻ പറ്റും. മുഴുവൻ സമയം വിമാനങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്ന ഇതാണ്. അപ്പോൾ ഇത്രയും വലിയ സർവിലൻസ്, ഇത്ര 75% മേഖല ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിൽ, അങ്ങനെയൊക്കെ ആയിട്ടും ഇവർക്ക് ഇവരെ തിരിച്ചു പിടിക്കാൻ പറ്റിയില്ല. ഹോസ്റ്റേഴ്സിനെ കണ്ടെത്താൻ പറ്റിയില്ല. ഇപ്പോഴും ഗറില്ല ഓപ്പറേഷൻസ് ഹമാസ് നടത്താൻ പറ്റുന്നു. ഇസ്രായേലിന് ഡെത്ത് ടോൾ, അവരുടെ ആളുകൾ കൊല്ലപ്പെടുന്നു, സൈനികർ കൊല്ലപ്പെടുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒരു യാഥാർത്ഥ്യബോധമുള്ള ഒരു മിലിറ്ററി ചീഫ് എന്നുള്ള ആൾക്കാണ് ഇയാൾ സമീർ അദ്ദേഹത്തിൻ്റെ കൺസേൺസ് പറയുന്നത്. പക്ഷേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതിനിടയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇസ്രായേലി മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് കാണാം. ഈ പ്രത്യേകിച്ച് പ്രോ ഗവൺമെൻറ് മീഡിയയിൽ എന്ന് വെച്ചാൽ ഇയാൾ സമീറിനെതിരായിട്ടുള്ള പലതരം ലീക്കുകൾ, ഓർഗനൈസ്ഡ് ലീക്കുകളാണ്. അദ്ദേഹത്തെ കുറ്റപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള ലീക്കുകൾ മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ എത്രത്തോളം വെച്ചാൽ ഇങ്ങേരുടെ മകൻ, നെതന്യാഹുവിൻ്റെ മകൻ തന്നെ ഒരു ട്വീറ്റ് ചെയ്തു ഇയാൾ സമീറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. എന്താണ്, അദ്ദേഹം ഇൻകോമ്പീറ്റൻ്റ് ആണ് എന്ന സ്വഭാവത്തിലുള്ള ട്വീറ്റ് അദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ പ്രധാനമന്ത്രിയുടെ മകനാണ് ആർമി ചീഫിനെതിരെ ട്വീറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സാറയെ ഉദ്ധരിച്ചുകൊണ്ട് പല മാധ്യമങ്ങളിലും വാർത്ത വന്നു. ഇങ്ങേര് പറ്റില്ല എന്ന് ഞാൻ ഹസ്ബൻഡിനോട് നേരത്തെ പറഞ്ഞതാണ്, ഇയാൾ സമീർ പറ്റില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണെന്ന് അവരെ കോട്ട് ചെയ്തുകൊണ്ട് വാർത്തകൾ വരുന്നു. ഇതൊക്കെ ബോധപൂർവം വരുന്ന വാർത്തകളാണ്. അപ്പം ഇസ്രായേലി മീഡിയയിൽ വരുന്നൊരു കാര്യം വെച്ചാൽ, ഒരു പക്ഷേ നോക്കണം, ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം വന്ന രണ്ടാമത്തെ ആർമി ചീഫാണ് ഇയാൾ സമീർ. നേരത്തെ തന്നെ ഹെർസി ഹലേവി, അദ്ദേഹം ഇതേമാതിരിയുള്ള പ്രഷർ കാരണം രാജിവെച്ച് പോയ ആളാണ്. അപ്പം ഈ സമീറും രാജിവെച്ചേക്കും എന്ന് പറയുന്ന സ്വഭാവത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. എനിവേ, ടൈംസ് ഓഫ് ഇസ്രായേൽ ഇന്ന് ഈ ക്യാബിനറ്റ് തീരുമാനത്തിന് കൊടുത്ത ഹെഡിങ് എന്താണെന്ന് വെച്ചാൽ, IDF ആവശ്യത്തെ നിരാകരിച്ചുകൊണ്ട്, IDF നിർദ്ദേശത്തെ നിരാകരിച്ചുകൊണ്ട് ഗസ പ്ലാനുമായി സർക്കാർ മുന്നോട്ട് നിന്നാണ്. എന്ന് പറഞ്ഞാൽ സൈനിക മേധാവി ഇതിനോട് യോജിക്കുന്നില്ല. പക്ഷേ നെതന്യാഹുവിനെ സംബന്ധിച്ച്, പക്ഷേ എഗൈൻ ഇയാൾ സമീർ ക്യാബിനറ്റിനോട് പറഞ്ഞൊരു കാര്യം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പ്ലാനുമായിട്ട് നമ്മൾ പോവുകയാണെന്ന് വിചാരിക്കാം. അദ്ദേഹം ഗസക്കാരെ കൊല്ലരുതെന്നോ ഗസ പിടിച്ചെടുക്കരുതെന്നോ അഭിപ്രായമുള്ള ആളല്ല. ഇത് പ്രാക്ടിക്കലല്ല എന്നുള്ളതാണ് അദ്ദേഹം വെച്ചിട്ടുള്ള പ്രാക്ടിക്കൽ നിർദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എൻസർക്കിൾ ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള ഏരിയകൾ എൻസർക്കിൾ ചെയ്യാം, അങ്ങനെ പ്രഷർ മൗണ്ട് ചെയ്യാം, ഹമാസിന് മേൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ പ്രഷർ മൗണ്ട് ചെയ്യാം, അവരെ നമ്മളുടെ വഴിക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. ഈ കംപ്ലീറ്റ് ഓക്യുപ്പേഷൻ എന്നുള്ളത് ഹ്യൂമൻ ലോസ് ഉണ്ടാക്കും, എല്ലാ ഭാഗത്തും ഹ്യൂമൻ ലോസ് ഉണ്ടാക്കും, വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പുള്ളിയുടേത്. അപ്പോൾ അതിൽ എന്ന് മാത്രമല്ല, നിങ്ങളീ പറയുന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുക, നമ്മൾ IDF നടപ്പിലാക്കണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് 2 years എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇനിയും 2 വർഷം ഈ പറയുന്ന ഈ പ്രോജക്റ്റ് പൂർത്തിയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഗസ സിറ്റി പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കുന്നു. എന്നിട്ട് അവിടുത്തെ പോപ്പുലേഷൻ 23 ലക്ഷം ജനങ്ങളുള്ള ഒരു പ്രദേശമാണ് മൊത്തം ഗസ. അതിനെ ഇവരുടെ ഡിസൈനറ്റഡ് പോപ്പുലേഷൻ സെൻറ്റേഴ്സിലേക്ക് ആളുകളെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇനിയും ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുകയാണെങ്കിൽ, വേഗതയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ തന്നെ 2 വർഷം ഇനിയും എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒക്ടോബറിൽ 2ാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ യുദ്ധം. ഇത് ഒരു നിസ്സാര കാര്യമല്ല, പറയുന്നത് പോലെ എളുപ്പമല്ല. നമ്മുടെ നാട്ടിലുള്ള ഈ മിത്രങ്ങളൊക്കെ ഈ ഫേസ്ബുക്കിൽ ആവേശം കൊള്ളുന്ന പോലെയല്ല. ഈ 600 ചില്ലാൻ ദിവസം ആ ഒരു പ്രദേശത്ത്, ഇപ്പോൾ നമ്മൾ ഹിരോഷിമയെക്കുറിച്ചും നാഗസാക്കിയെക്കുറിച്ചും ആലോചിക്കുന്ന സമയമാണിത്. അവിടെ ഇട്ടതിൻ്റെ എത്രയോ ഈ ടൺ ഇരട്ടി ബോംബുകൾ ആ ചെറിയ പ്രദേശത്ത് വർഷിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ഇന്നലത്തെ ക്യാബിനറ്റ് മീറ്റിങ്ങിന് തീരുമാനമായി വന്ന അവർ സൈന്യത്തിന് കൊടുത്ത നിർദ്ദേശങ്ങൾ 5 പരിപാടിയിലെ 1ാമത്തെ ഇനം എന്താണ്? ഇപ്പോഴും ഹമാസിനെ തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാലം എന്താണ് ചെയ്തതെന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ പറയുന്ന 22 മാസമായിട്ട് ലോകത്ത് ലഭ്യമായിട്ടുള്ള, മനുഷ്യന് ലഭ്യമായിട്ടുള്ള ഏറ്റവും മാരകമായ ആയുധങ്ങളാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ന്യൂക്ലിയർ ബോംബ് ഒഴികെ നാശനഷ്ടം സൃഷ്ടിക്കുന്നതിൽ ഇന്ന് ലോകത്ത് സാധ്യമായിട്ടുള്ള, ലഭ്യമായിട്ടുള്ള ഏറ്റവും മാരകവും ഭീകരവുമായിട്ടുള്ള ആയുധങ്ങൾ ഈ ലോകത്തെ ഏറ്റവും ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഈ കുഞ്ഞു പ്രദേശത്ത് 22 മാസം തുടർച്ചയായിട്ട് ഉപയോഗിച്ചിട്ട് ഇന്ന് പുലർച്ചെ ഇറക്കുന്ന പത്രക്കുറിപ്പിൽ എന്താണ് എഗൻ പറയുന്നത്? ഡിസാർമെൻറ്റ് ഓഫ് ഹമാസ്, ഡിസ്ട്രക്ഷൻ ഓഫ് ഹമാസ്, ഡീമിലിറ്ററൈസേഷൻ ഓഫ് ഗസ, ഇതൊക്കെയാണ് ലക്ഷ്യമായിട്ട്. അപ്പോൾ ഇത്രയും കാലം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ പറയുന്നതാണ്. 60,000 ആളുകളെ കൊന്നിട്ടുണ്ട്, 60,000 മനുഷ്യരെ കൊന്നിട്ടുണ്ട്. അതിൽ മഹാഭൂരിപക്ഷവും
കുഞ്ഞുങ്ങളും സ്ത്രീകളും രോഗികളും ആശുപത്രി കിടക്കുന്നവരൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. അത് സൃഷ്ടിച്ച അത് ഇപ്പം കഴിഞ്ഞ ആഴ്ച സിഡ്നിയിൽ, ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നടന്ന ഒരു പ്രകടനത്തിൽ 3 ലക്ഷം മനുഷ്യർ പങ്കെടുത്തതാണ് വാർത്ത വരുന്നത്. ഈ ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യർ പങ്കെടുത്ത ഒരു റാലിയാണെന്നാണ്. ആ തരത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യം നിലനിൽക്കുന്ന ആ രാജ്യത്തിൻ്റെ ഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ, വലിയ സംഗതികളുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചും ഈ IDF ചീഫ് പറയുന്നുണ്ട്. നമ്മളുടെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടൽ, നമ്മൾ ഈ പറയുന്ന ഗസ ഓക്യുപ്പേഷൻ എന്ന് പറയുന്ന ആ പ്രോജക്റ്റുമായിട്ട് പോവുകയാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടൽ കൂടുതൽ ഇൻറ്റൻസിഫൈ ചെയ്യും, അത് കൂടുതൽ തീവ്രമാകും. അതേക്കുറിച്ച് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആലോചിക്കണമെന്ന് ഈ മിലിറ്ററി ലീഡർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങനെയും പറഞ്ഞതായിട്ടാണ് ഇസ്രായേലി മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഈ ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് ഇസ്രായേൽ നേരത്തെ ഇസ്രായേലിൻ്റെ ഫുൾ ഓക്യുപ്പേഷൻ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അത് ക്രമേണ അവരവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. ഏറ്റവും ഒടുവിൽ 2005 സമ്പൂർണ്ണമായിട്ട് ഗസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുന്നത്. അതിനാണ് ഈ ഗസ ഡിസെൻഗേജ്മെൻറ്റ് പ്ലാൻ എന്നാണ് പറയുക. വിഡ്രോയൽ എന്നുള്ള വാക്ക് അവർ ഉപയോഗിക്കുന്നില്ല. അവരുടെ ഔദ്യോഗികമായ രേഖകളിൽ ഗസ ഡിസെൻഗേജ്മെൻറ്റ് 2005 വരെ 21 സെറ്റിൽമെൻറ്റ്സ്, ഈ സെപ്പറേറ്റഡ് ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് ഗസയ്ക്കകത്തുണ്ടായിരുന്നു ഇസ്രായേലിൻ്റെതായിട്ട്. 21 സെറ്റിൽമെൻറ്റ്, 10,000 ഇസ്രായേലികൾ, ജൂതവംശജർ മാത്രമാണ്. എന്നാൽ അത് പ്രത്യേകമായ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ്, എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള, സാധാരണ ഗസയിലെ ഒരു അർബൻ നെയ്ബർഹുഡിൽ നിന്ന് വ്യത്യസ്തമായ സ്പെഷ്യലി ആക്സസ്ഡ് റോഡുകളൊക്കെയുള്ള സംവിധാനം. പക്ഷേ ഇസ്രായേൽ എന്തിനാണ് ഡിസെൻഗേജ് ചെയ്ത് 2005 പിൻവാങ്ങിയത്? അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി അഫയറാണ്. കാരണം അത്രയും വലിയ സെക്യൂരിറ്റി ത്രെറ്റാണ് അതുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അത് നടപ്പിലാക്കാൻ പറ്റാതെ 2005 ഡിസെൻഗേജ് ചെയ്ത ഇസ്രായേൽ എഗൻ ഗസ അവരുടെ കൺട്രോളിൽ കൊണ്ടുവരാണെങ്കിൽ ആ നഷ്ടം പഴയതിലേക്ക് ഒരു തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് 2 സംഗതികളാണ് പുള്ളി എപ്പോഴും നയിക്കുന്നത്. ഒന്നെന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ കോലീഷൻ പാർട്ട്നേഴ്സായിട്ടുള്ള തീവ്ര സംഘടനകളുണ്ട്. ഈ സ്മോട്രിഷിൻ്റെയും മറ്റേ ഇത്താമിർ ബെൻഗവറിൻ്റെയും പാർട്ടി, അവർ ഏതെങ്കിലും നിലക്കുള്ള നെഗോഷിയേഷൻ, പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റ് ഒരു നിലക്കും അംഗീകരിക്കുന്ന ആളുകളല്ല. കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഗസ, കംപ്ലീറ്റ് അനൈലേഷൻ ഓഫ് ഗസ, ഇതിലപ്പുറം അതിനിപ്പുറം ഒരു അജണ്ടയും ഒരു സംഗതിക്കും അവർ തയ്യാറല്ല. അപ്പോൾ അവർ ഏതെങ്കിലും നിലക്കുള്ള നെഗോഷിയേഷൻ ഹമാസുമായി നടത്തി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അവരെതിരാണ്. പക്ഷേ അവരുടെ പിന്തുണയിലാണ് ഈ സർക്കാർ നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റിലേക്ക് പോയാൽ അവർ പിന്തുണ പിൻവലിക്കും എന്നുള്ള പ്രശ്നം നെതന്യാഹുണ്ട്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവസാനിച്ചാൽ സ്വാഭാവികമായിട്ടും വാർ ക്യാബിനറ്റ് ഡിസോൾവ് ചെയ്യും, തെരഞ്ഞെടുപ്പിലേക്ക് പോകണം, സാധാരണ രാജ്യം എമർജൻസി സിറ്റുവേഷൻ നിന്ന് മാറും. ഇദ്ദേഹത്തിനെതിരെ നടക്കുന്ന ഇദ്ദേഹം അതിനെക്കുറിച്ച് എല്ലാ ഇസ്രായേലി മാധ്യമങ്ങളും പറഞ്ഞ് ഇദ്ദേഹം ജയിലിൽ പോയി കിടക്കേണ്ട അത്രയും കേസുകൾ, അഴിമതി കേസുകൾ അദ്ദേഹത്തിനെതിരെയുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പ്രൊലോങ് ചെയ്ത് നീണ്ടു പോവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. പക്ഷേ ഇതിലേറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്, ഈ പറയുന്ന 22 മാസം കഴിഞ്ഞിട്ടും 22ാമത്തെ മാസം ഇറക്കുന്ന പത്രക്കുറിപ്പിലും അവർ 1ാമത്തെ ദിവസം പറഞ്ഞിരിക്കുന്ന ലക്ഷ്യം എന്താണോ അതേക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് എളുപ്പമല്ല. മനുഷ്യരെ കൊല്ലാനും പട്ടിണിക്കിടാനും കുഞ്ഞുങ്ങളെ കൊല്ലാനും സ്ത്രീകളെ കൊല്ലാനും ഒക്കെ ഇഷ്ടംപോലെ ആയുധങ്ങളുണ്ട്. അതിങ്ങനെ വിഘ്നമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയ സൈനിക ലക്ഷ്യങ്ങൾ ഇനിയും അകലെയാണ് ഇരിക്കുന്നതെന്നാണ് ഇത് കാണിക്കുന്നത്. ജിംസ്, ഈ യുദ്ധ ക്യാബിനറ്റിലെ തീരുമാനം നടപ്പാക്കുക എളുപ്പമല്ല എന്ന് ഇസ്രായേലിൻ്റെ സൈനിക മേധാവി തന്നെ സമ്മതിക്കുകയാണ്. ഇനി ഗസയെ കാത്തിരിക്കുന്നത് എന്താണ്? സൈനിക മേധാവി മാത്രമല്ല, ഈ മുൻ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഡൊണാൾഡ് ട്രംപിന് ഒരു കത്തയച്ചിട്ടുണ്ട്. അതായത് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരും അവർ പറയുന്നത്, ഇസ്രായേൽ ഇതുവരെ തോറ്റിട്ടില്ല, ഇനി തോക്കാനുള്ള പണിയാണ് ഈ ഗസാധിനിവേശം എന്നാണ് അവർ പറഞ്ഞത്. ട്രംപ് അടിയന്തരമായിട്ട് ഇടപെടണം, ഈ പരിപാടി നിർത്തിവെക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഏതാണ്ട് ഗസയുടെ ഒരു 75% ഭാഗത്തും, ഗസ സ്ട്രിപ്പിൻ്റെ 75% ഭാഗത്തും ഇസ്രായേൽ സൈന്യമുണ്ട്, അവരുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അവർക്കെതിരെ ആംബൂഷൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ഏപ്രിലൊക്കെ ഒരു വലിയ 4 പേരെ കൊന്ന ഒരു ആംബൂഷ് കാണുന്നതിന്. എന്ന് മാത്രമല്ല, ഹമാസ് ആകട്ടെ ഇടയ്ക്കിടയ്ക്ക് ഗറില്ല അറ്റാക്ക് നടത്തുന്നുണ്ട്. അവിടെ ആളുകൾ ഈ IDF അംഗങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് അപ്പുറമായിട്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഗസ സിറ്റി വളഞ്ഞു പിടിക്കുക, അത് ഒക്യുപ്പൈ ചെയ്യുക എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ ഹമാസ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് അവിടെയാണ്. ആ ടണലുകൾ ഇപ്പോഴും ഇൻടാക്റ്റാണ്. ടണലുകളിലാണ് അവരുള്ളതെന്ന് പറയുന്നു. ഇപ്പോൾ ഹമാസിൻ്റെ ഒരു മൊത്തം അംഗസംഖ്യ എന്ന് പറയുന്നത് 40,000 പരമാവധി പ്രൊജക്ഷൻ 40,000 വരെയാണ്. അതൊരു 20,000 ചുരുങ്ങിയിട്ടുണ്ടാകും എന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു. അപ്പോൾ 20,000 പേര് ഇപ്പോഴും ഉണ്ട് അവിടെ. 20,000 മിലിറ്റൻസ് ഇപ്പോഴും അവിടെ ഉണ്ട്.
ആ 20,000 പേര് എവിടെയാണുള്ളത്? ഈ ഗസ സിറ്റിയിലാണുള്ളത്, അതിനകത്തുള്ള ടണലുകളാണ് ഉള്ളത് എന്നവർ കണക്ക് കൂട്ടുന്നു. അപ്പോൾ ഹമാസിനെ തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ 20,000 പേരെ എങ്ങനെ തകർക്കും? മുമ്പാണെങ്കിൽ ഇവരൊരു കോർഡിനേറ്റഡ് അറ്റാക്ക് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ ഗെറില്ല അറ്റാക്കാണ്, ഒറ്റയ്ക്ക് ഹിറ്റ് ആൻഡ് റണ്ണൊക്കെ പോലുള്ള പരിപാടികളാണ് അവർ ചെയ്യുന്നത്. ഈ 20,000 പേരെ കൊല്ലാൻ വേണ്ടിയാണോ ഗസ പിടിക്കുന്നത്? അതെങ്ങനെയാണ് സാധ്യമാവുക? ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് വേണ്ടേ? എങ്ങനെ ചെയ്യാൻ പറ്റും? കാരണം 22 മാസം ഇവർ യുദ്ധം ചെയ്തിട്ടും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ചെയ്യാൻ കഴിയുന്നില്ല. അവർ ആകെ ഹമാസ് മരിക്കുന്നപ്പോഴാണ് മോളിൽ നിന്ന് ബോംബിടുമ്പോൾ സിവിലിയൻസിനോടൊപ്പം ഇവരിലെ കുറേ ആൾക്കാർ മരിച്ചു പോകുന്നു. അതല്ലാതെ ഇപ്പോൾ ടാർഗറ്റഡ് ആയിട്ട് അവരുടെ ലീഡർഷിപ്പിനെ കൊന്നിട്ടുണ്ട് കുറേ പേര്. അതല്ലാതെ ഇവർക്ക് ഈ ഇവരെ മാത്രം തിരഞ്ഞു പിടിച്ച് കൊല്ലാനോ ഈ ടണൽ സിസ്റ്റം കണ്ടെത്താനോ അത് ഒക്യുപ്പൈ ചെയ്യാനോ ഈ ടണൽ സിസ്റ്റം സീസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമുള്ള അത് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെ ഹമാസിനെ ഇല്ലാതാക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് വ്യക്തതയില്ല എന്ന് മാത്രമല്ല, ഗസയിൽ ഹമാസ് IDF എന്താണ് കാത്തിരിക്കുന്നതിനെ കുറിച്ചും വ്യക്തതയില്ല. അവർ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഗസയിൽ ഇപ്പോൾ അവിടെ ഹമാസ് ഉണ്ടെന്നാണല്ലോ പറയുക, അവർ ചെന്ന് കഴിഞ്ഞാൽ IDF എന്താണ് കാത്തിരിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഇസ്രായേലിന് വ്യക്തതയില്ല. എന്ന് മാത്രമല്ല, ഈ 20,000 60,000 ഗസക്കാരെ കൊന്നു എന്നുള്ളത് അതൊരു നമ്പേഴ്സ് മാത്രമാണ്. പക്ഷെ ഒരു 10 IDF മരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്പറല്ല. ഇസ്രായേലിൽ ഒരു 10 പേര് മരിച്ചാൽ അത് വെറും നമ്പറല്ല. അപ്പോൾ അതാണ് ഇസ്രായേൽ സൊസൈറ്റിയെ, അവിടുത്തെ നെതന്യാഹുവിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെയല്ല, അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെയും അവിടുത്തെ സിവിൽ സൊസൈറ്റിയൊക്കെ പ്രശ്നമാക്കുന്നതാണ്. സൈനികർ മരിക്കും, ഇനിയും സൈനികരുടെ മരണം ഉണ്ടാകും. അത് അവർക്ക് താങ്ങാൻ കഴിയില്ല. കാരണം ഓൾറെഡി ഹമാസിൻ്റെ ക്യാപ്റ്റീവ്സായിട്ട് 50 പേര് അവിടെയുണ്ട്, അവർ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഇവർ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവൻ എന്ത് വിലയാണ്? ഹമാസിൻ്റെ പ്രതികരണത്തിൽ അതാണുള്ളത്. അതായത് ഇവരെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും വലിയ പ്രശ്നമാണ് ഇസ്രായേൽ. പിന്നെ സൈനിക മേധാവി പറഞ്ഞായിട്ട് ദൗസായി പറഞ്ഞത് 2 വർഷം നീണ്ടു നിൽക്കും ഈ ഓപ്പറേഷൻ നടത്താനെന്നുള്ളത്. അത് നീട്ടുക എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ ലക്ഷ്യം. 2 അല്ല, വേണി 5 വർഷം എടുത്തോളൂ എന്ന് പറയും. ഈ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഈ ക്ലാഷ് എത്ര അധികം നീണ്ടുപോകുന്നു അത്രയും നല്ലതാണ് നെതന്യാഹുവിന്. അത് നീട്ടിക്കൊണ്ടുപോകുന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. പരമാവധി ആളുകളെ കൊല്ലുക എന്നൊക്കെ തന്നെയാണ് ലക്ഷ്യം. പക്ഷെ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ ഈ 2023 മുതൽ ലോകത്തിൻ്റെ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ചിന്താഗതി മാറുന്നതിനോടൊപ്പം ഇന്ന് ഞാൻ കണ്ടൊരു വാർത്ത, ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി ജർമ്മനി നിർത്തി. ഇതൊരു ചെറിയ വാർത്തയാണ്, പക്ഷെ ജർമ്മനി അത് ചെയ്യുമ്പോൾ അത് വലിയ വാർത്തയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സ്വതന്ത്ര ഫലസ്തീൻ അംഗീകരിക്കുന്നു പല യൂറോപ്യൻ രാജ്യങ്ങളും, അങ്ങനെ പല വാർത്തകളും നമ്മൾ കാണാറുണ്ട്. പക്ഷെ ജർമ്മനി ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തിവെച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. കാരണം ജർമ്മനി ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ് ഇതുവരെ. അങ്ങനെ ചെയ്യുന്നത് എന്തോ ഒരു മോശമാണ്, ആൻറ്റിസെമിറ്റിസം ആണെന്നൊക്കെ കരുതിക്കൊണ്ടിരുന്നവരാണ്, അവരത് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ആ ചേഞ്ച് തീർച്ചയായിട്ടും ഈ ഇസ്രായേൽ ഇപ്പോൾ ഓൾറെഡി അവരുടെ റെപ്യൂട്ടേഷൻ, ഡിപ്ലോമാറ്റിക് ഐസൊലേഷൻ ഇതൊക്കെ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ നശിപ്പിക്കാനേ കാരണമാകും. നമ്മൾ ഈ 2023 ഔട്ട് ഓഫ് ഫോക്കസിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 2023 24 25 തീരുന്ന ഒരു യുദ്ധമല്ല, അത് കുറേ കൂടി പ്രൊളോങ്ഡ് ആയിട്ടുള്ളൊരു ക്ലാഷായി മാറും. ഈ 2025 26 തീരാനേ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. എന്തായാലും ഇസ്രായേലിൻ്റെ യുദ്ധവെറി എന്ന് തീരും എന്നുള്ള ഒരു ചോദ്യത്തിനപ്പുറം ലോകം എത്ര കാലം ഈ വംശഹത്യ കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വരുമെന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത്.